നല്ലൊരു മര്യാദക്കാരൻ ചെറുക്കൻ, തറവാടുത്തമുള്ള നടത്തം. എന്തൊരു സന്തോഷമാണ് അവൻ്റെ മുഖത്ത്. വർക്കത്തുള്ളൊരു ചെറുക്കൻ. ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത്. നിങ്ങളുടെ ഈ വിലയിരുത്തുകൾ അത്ര തെറ്റൊന്നുമല്ല കേട്ടോ. എനിക്കും ഇപ്പോൾ ഇതൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോളെന്ന് പറഞ്ഞതും വെറുതെ അല്ല. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതം കംപ്ലീറ്റ്ലി സീൻ കോൺട്രായിരുന്നു മച്ചാൻ. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പുറകോട്ട് നടക്കണം. എൻ്റെ ഫ്ലാഷ് ബാക്ക്. Yeah, man, it's not working out. I tried coding. I tried putting the code there, and it's not working out. കപ്പി കെട്ടാ. No, listen, what you actually have to Copy, do copy. is... Wait. Yeah. What you actually have to do is you have to go into the vector Yeah. up there and just have to go into the Alright, setting, yeah, you go into the yeah, drop yeah. down. I and get it it, shows yeah. the results there. എത്തിയല്ലോ. എന്താടാ വിശേഷം? ബിസിയാണല്ലോ. കൊള്ളാലോ. എന്താടാ ജോൺസാ, മുഖത്തൊരു തിളക്കം. ഫുൾ സെറ്റായി മച്ചു. നിനക്കോ? എങ്ങനെ? നിവൻ പോളി സിനിമയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഈ ഫേസ്, എൻ്റെ ഈ സ്കിൻ, എൻ്റെ ഈ ബോഡിയാ. എടാ, relationship is not a silly matter, okay? It has much more responsibilities than you think there is. This could be another infatuation you may be feeling. Maybe, I don't know, maybe you should really rethink about this. Yeah. I don't think really you're mature enough to handle such responsibilities. Yeah, man, you're not mature enough. Hey babe. എടാ ജോൺസാ, എടാ ഒന്ന് How are ചിന്തിച്ചിട്ട് you? പോടാ. നിക്കടാ. പോടാ. Where? 5 o'clock? Yeah, sure. Okay. ഇല്ലടാ, ഞാൻ പോയിട്ട് കുറെ നാളെ ഇത് എന്തൊന്നും മനസ്സിലാവുന്നുമില്ല. അളിയൻ തന്നെ കുറെ പ്രസംഗിച്ചിട്ടും പോവും. എന്നാ പാടാൻ പറയാ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അതെ ഡ്യൂഡ്. ആരോടാ നീ സംസാരിക്കുന്നത്? ആരുമില്ലപ്പ, എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഏത് കൂട്ടുകാരൻ? കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരോടെ. ആരാന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്നെ അപ്പനെ അറിയാവോ എല്ലാ കൂട്ടുകാരെയും? ജോൺസ, നിന്നെ മര്യാദക്ക് സംസാരിക്കണം, മനസ്സിലായോ? എനിക്കൊരു സ്വൈര്യം തരത്തില്ലല്ലേ? എപ്പോ നോക്കിയാൽ ഇത് മാത്രം. എപ്പോഴും ഇത് തന്നെ, തല തിന്നാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരുമാതിരി സോ കൺട്രോളിങ് ലൈഫ്. ചക്കര, ഞാൻ രാവിലെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന രസമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാ. ചുമ്മാ ഒരു മോർണിംഗ് വാക്ക്, യുനോ. അവിടെ എന്നാണ്ട് വിശേഷമൊക്കെ? ഇന്ന് ഫ്രീയാ, ഓഫ് കോഴ്സ് ഇന്ന് ഫ്രീയാ. യാ, സിറ്റി സെൻറ്റർ എത്താം, നോ പ്രോബ്ലം. യാ, സീ യു സൂൺ, ബൈ.
നീ എവിടെ പോവാ? ഞാൻ ബാത്റൂമിൽ പോവാ. ബാത്റൂമിൽ പോവാൻ ബാഗാ? എനിക്കറിയത്തില്ല. ആ എടാ, ആ ഞാൻ ക്ലാസ്സിലായിരുന്നു. എന്ത് പറ്റി? 2-3 ദിവസമായാലും നീ വിളിച്ചിട്ട്. ആ പറഞ്ഞോ. ആ ഇപ്പൊ പറഞ്ഞോ. എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ബട്ട് are you sure? I'm sorry. ഞാനും അവളും ഉൾപ്പെട്ട ഒരുപാട് വലുതെന്നും ഒരുപാട് വിശാലമെന്നും ഞാൻ കരുതിയിരുന്ന എൻ്റെ ലോകം, ഞങ്ങളുടെ ലോകം, എനിക്കോ അവൾക്കോ കൺവിൻസ്ഡ് അല്ലാത്ത ചില കാരണങ്ങൾ പറഞ്ഞ് അവളിന്ന് ഞാനുമായുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ലോകം ചുരുങ്ങി ചെറുതാകുന്നത് പോലെ വിശാലമെന്ന് ഞാൻ കരുതിയിരുന്ന എൻ്റെ ലോകം ചുരുങ്ങി ചുരുങ്ങി ചെറുതായി എന്നിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു.
ഒക്കെ വച്ചേക്കോ ബേബി. അയ്യോ സമയത്രായി. അയ്യോ 3 മണി അപ്പനോടിക്കും. നിന്റെ കളകടക്കണ്ണി നിന്റെ കളകടക്കണ്ണിൽ. ഓ ചാവി എവിടെയാ നോക്കിയിട്ടും കാണുന്നുമില്ല. അയ്യോ 1 2 3. ഓ അപ്പനിതവിടെ പോയി കിടക്കുവോ? വേഗം വാ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ കൂട്ടുകാരെ എടുക്കായിരുന്നു. അപ്പോൾ ഏത് കൂട്ടുകാരൻ്റെ കൂടെ? കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരനെ എടുക്കാൻ. നീ കുടിച്ചിട്ടുണ്ടോ? നിന്നോട് ചോദിച്ചാ കുടിച്ചിട്ടുണ്ടെന്ന്. ആ ഞാൻ കുടിച്ചിട്ടപ്പോ എന്നൊന്നും വെറുതെ വിട്. ഇതന്നെ എല്ലാരും എന്നെ തലത്തിന് എനിക്ക് ഇത്ര സമാധാനം അതോടെ. നീ എന്നാ വിചാരിച്ചു? പാതിരാത്രി കള്ളം കുടിച്ചു വന്നൊരുമാതിരി വർത്താനം. ജാൻസി നീ ഒന്ന് എണീറ്റേ. എന്നാ നീ പറയുന്നത്? ജോൺസേ കൊച്ചേ ഏക്കടാ സമയം 7 എത്ര നേരമായി? ഏക്ക ഇത് ഏറ്റേ സമയം 7 ആയി. എടാ കൊച്ചെ നീ എത്ര നാളായി ചിരിച്ചിട്ട്? നിനക്ക് എന്നാ പറ്റിയേ? പറയാനായിട്ടാണ് അവരെ വിളിച്ച് ഏൽപ്പിക്കുന്നത്. താഴെ ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം. ഞാൻ പള്ളിയിൽ പോവാം. ആ ഹലോ, എത്ര മണിക്ക് എത്ര പിക്കപ്പ് ചെയ്യാൻ? എവിടെയാ? ചർച്ച് റോഡിനടുത്തോ? ഓക്കെ, ലേറ്റ് ആവല്ലേ? ഓക്കെ. ആ ഞാനെത്തി, ചർച്ച് റോഡിലുണ്ട്. നീ എവിടെയാ? ഇനി 1 മണിക്കൂർ എടുക്കുമോ? ആ നീ വേഗം വാ. ഓ ശരിയെന്നാ. എടാ ജോൺസൺ, എന്നെ ഉണ്ടടാ? ഇത് കുറേ നാളായാലും കണ്ടിട്ട്. ആ എടാ എന്നെ ഉണ്ട്. ഇത് എന്തോരം നാളായി നിന്നെ കണ്ടിട്ട്. നീ എന്നെ ഇപ്പൊ ഇവിടെ ആണോ? ഓക്കെ ഓക്കെ. എന്നെ ഇവിടെ വല്ല പണിയായിട്ട് വന്നതാണോ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഞാൻ ചോദിച്ചു, മറ്റേ നിന്റെ ക്ലാസ് കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നടാ? മറ്റേ ഇപ്പൊ എത്രാമത്തെ ഏത് ഇയറാ നീ? സെക്കൻഡ് ഇയർ. ഓക്കെ. എടാ നിന്നെ കണ്ടിട്ട് എന്തോരം നാളായി ശരിക്കും. കുറെ നാളായല്ലോ. നീ ഒന്നും വിളിക്കാറൊന്നും ഇല്ലല്ലോടാ. എടാ നീ എന്നാ വല്ലപ്പോഴും വിളിക്കാം. എടാ ഞാനിവിടെ മറ്റേ ജസ്റ്റ് പള്ളി പോകാൻ വേണ്ടി വന്നായിരുന്നു. ആക്ച്വലി ഇവിടെ മറ്റേ കോറിഡോറൊക്കെ ഉണ്ട്. നീ വരുന്നോ? ഇല്ലടാ, എനിക്ക് വർക്കുണ്ട്. ഓ എടാ ചുമ്മാ അതിൽ കൂടെ നല്ല പള്ളിയാണ്. ഓക്കേടാ. എടാ നീ വിളിക്കുക കേട്ടോ. ഞാൻ വിളിക്കാം. ആക്ച്വലി ഞാൻ നിന്നെ വിളിക്കാം. ഒരു ദിവസം നമുക്ക് കാണാം.
ഓക്കെ പിന്നെ കാണാൻ കേട്ടോടാ. ഞാൻ എൻ്റെ കണ്ണുകൾ തുറക്കുകയാണ്. എൻ്റെ ചുറ്റുമുള്ള വിശാലമായ യഥാർത്ഥമായ ഈ ലോകം കാണുവാനായി ഞാൻ നടന്നു തുടങ്ങുകയായി. എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഭാവി കാലത്തിലേക്ക്, എൻ്റെ നാശത്തിനുള്ളതല്ല മറിച്ച് എൻ്റെ ക്ഷേമത്തിനുള്ള എൻ്റെ പിതാവിൻ്റെ ആ മനോഹരമായ പദ്ധതിയിലേക്ക് ഞാനിനി നീങ്ങുകയാണ്. നാശത്തിൽ നിന്ന് നന്മയിലേക്കുള്ള നീക്കം, മിഥ്യയിൽ നിന്ന് സത്യത്തിലേക്കുള്ള നീക്കം, പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്കുള്ള നീക്കം, അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്കുള്ള